ഹലോ അസ്സാം വലൈക്കും നമസ്കാരം. ഫത്തൂഷ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സിമ്പിൾ റെസിപ്പി ആയിട്ടാണ്. ഹെൽത്തിയും ടേസ്റ്റി ആയിട്ടുള്ള വളരെ സിമ്പിളായി ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ. നമുക്കിത് സ്നാക്സ് ആയിട്ടും ഒരു പുഡിംഗ് ആയിട്ടും അതുപോലെ തന്നെ ഇത് കഴിക്കാൻ പറ്റും. അപ്പോൾ നമുക്കിതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് വെച്ചാൽ ഞാനിവിടെ ഗോതമ്പും മുത്താറിയാണ് എടുത്തിട്ടുള്ളത്. 2 വലിയ സ്പൂൺ ഗോതമ്പും 2 വലിയ സ്പൂൺ മുത്താറിയും കൂടിയിട്ട് തലേന്ന് രാത്രി കുതിർത്ത് വെച്ച്, അപ്പോൾ നന്നായിട്ട് കുതിർന്നതിന് ശേഷം ഒരു 3-4 വെള്ളത്തിൽ കഴുകിയിട്ട് മിക്സിയിലെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. മുത്താറിയും ഗോതമ്പാണ് കേട്ടോ. ഞാൻ ഷോപ്പിൽ നിന്ന് വെച്ച ഗോതമ്പാണ്, വെള്ള ഗോതമ്പുണ്ടല്ലോ, അതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ആവശ്യത്തിന് മിക്സിയിൽ നിന്ന് ആ ഒരു നമ്മളെ മുത്താരിയും ഗോതമ്പ് മുങ്ങുന്ന വിധത്തിലുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അരച്ചെടുക്കുക. അപ്പോൾ നല്ല രീതിക്ക് തന്നെ ഞാനിതാ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഞാൻ അരച്ചതിന് ശേഷം മുത്താരി തീരെ മെതിഞ്ഞിട്ടില്ല. അപ്പോൾ രണ്ടാമതും മിക്സിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും ഞാൻ അരച്ചിട്ട് ഇതാ നന്നായിട്ട് അരിച്ചെടുക്കുന്നുണ്ട്. ഒരു അരിപ്പ വെച്ചിട്ട് നല്ലതുപോലെ അരിച്ചെടുക്കുക. അതിൻ്റെ തവിടൊന്നും വരരുത്. തവിട് വന്നാൽ കുഴപ്പമൊന്നുമില്ല, ഹെൽത്തിയാണ്. എന്നാലും നമുക്ക് തിന്നുമ്പോൾ ആ ഒരു തൊണ്ടക്കുടിക്കും പോലെ ആവണ്ട, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ കുറച്ചും കൂടി വെള്ളമൊഴിച്ച് ഞാനിതാ നന്നായിട്ട് അരിച്ചെടുക്കുന്നുണ്ട്. ഞാൻ വീണ്ടും പറയാം, 2 വലിയ സ്പൂണ് ഗോതമ്പും 2 വലിയ സ്പൂണ് മുത്താറിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഒരു പാത്രത്തിലാക്കി വെച്ച് നമ്മളിതാ നന്നായിട്ട് മിക്സ് ചെയ്ത് എന്നിട്ട് ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് നമുക്കിത് മൂടി വെക്കണം കേട്ടോ. 5 മിനിറ്റ് 10 മിനിറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഞാനിതാ മൂടി വെക്കുന്നുണ്ട്. മൂടി വെച്ചിട്ട് എടുക്കുക. എന്നിട്ട് അതിൻ്റെ വെള്ളം ഉണ്ടല്ലോ തെളിഞ്ഞ് വരും. നമ്മൾ അരച്ച അരപ്പ് ഊറിയിട്ട് വെള്ളം മേലത്തേക്ക് വരും. അപ്പോൾ ആ വെള്ളം ഊറ്റിക്കളയുക, വെള്ളം മാത്രം ഊറ്റിക്കളയുക. എന്നിട്ട് നമ്മൾ അടിയിൽ ഊറിക്കൂടി ആ ഒരു ഗോതമ്പിൻ്റെയും മുത്താറിൻ്റെയും അരപ്പുണ്ടല്ലോ അത് നന്നായിട്ട് മിക്സ് ചെയ്ത് അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പോട്ടിലേക്ക് ഞാനിതാ ഒരു വലിയ സ്പൂണ് ഗീ ഒഴിച്ചു കൊടുത്ത്, ഗീ നന്നായി ചൂടായതിന് ശേഷം ഇവിടെ ഞാൻ അണ്ടിപ്പരിപ്പും ബദാമും ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അണ്ടിപ്പരിപ്പ് മാത്രമാണെങ്കിൽ അണ്ടിപ്പരിപ്പ് മാത്രം ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഇട്ട് കൊടുത്തിട്ടുള്ളത് നമ്മൾ ഉണക്കമുന്തിരിയാണ്. അപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് ബ്രൗൺ കളർ ആകുന്നത് വരെ ഇതുപോലെ നമുക്കൊന്ന് ചെയ്തെടുക്കാം. ഇനി ഇത് കോരി മാറ്റണം കേട്ടോ. കോരി മാറ്റില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. കോരി മാറ്റുന്നത് നമ്മൾ ലാസ്റ്റ് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്ന സമയത്ത് കാണാനും നല്ല ഭംഗിയാണ്, കഴിക്കാനും കിട്ടുമല്ലോ. നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഒഴിച്ച് ചെയ്യുന്ന സമയത്ത് എന്താ പറയുക, അണ്ടിയും മുന്തിരിയെല്ലാം ഒരുമാതിരിയാവും. അപ്പോൾ ആ ഗീയിലേക്ക് തന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച അരപ്പുണ്ടല്ലോ, പഞ്ചസാര ഇട്ട് മിക്സാക്കി അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് കുറുക്കിയെടുക്കണം. ഞാനിവിടെ ഒരു പാക്ക് പാലാണ് എടുത്തിട്ടുള്ളത്. 500 ലിറ്ററിൻ്റെ പാലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് കുറുകി വരുന്നത് വരെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കത് ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഏകദേശം ഞാനൊരു 5 മിനിറ്റ് 10 മിനിറ്റോളായി ഇളക്കിക്കൊണ്ടേയിരിക്കുന്നു. ഇത് കുറുകി വരണം. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പഞ്ചസാര നോക്കുമ്പോൾ കുറവാണ്, അപ്പോൾ ഞാൻ വീണ്ടും കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. പൊതുവേ ഞാൻ ഉണ്ടാക്കുന്ന ഇൻഗ്രീഡിയൻസിന് വളരെ കുറഞ്ഞ മധുരമാണ് ഇട്ട് കൊടുക്കാറ്. നിങ്ങൾ മധുരം നോക്കിയിട്ട് ചെയ്താൽ മതി കേട്ടോ. എന്ത് കാര്യത്തിന് നമുക്ക് ജ്യൂസാവട്ടെ മറ്റുള്ള സാധനമായാലും ഞാൻ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാറുള്ളൂ. ഇവിടെ പഞ്ചസാര കൂടുതൽ ആർക്കും ഇഷ്ടമല്ലാത്തതുകൊണ്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറുകി വന്നിട്ടുണ്ട്, നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. നമ്മൾ കൈയെടുക്കാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. നമ്മൾ നേരത്തെ അണ്ടിപ്പരിപ്പ് മുന്തിരിയെല്ലാം വറുത്ത ഗീയിൽ തന്നെയാണ് നമ്മൾ ഒഴിച്ചിട്ടുള്ളത്. ഏകദേശം വറ്റി വരുന്ന സമയത്ത് ആവശ്യത്തിന് ഏലക്കായ് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 സ്പൂണോളം വരും കേട്ടോ, നല്ല ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ പൊടിച്ചതാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. നിങ്ങൾക്ക് പൊടിക്കാത്തതില്ലെങ്കിൽ ഒരു 5 ഏലക്കായ് കുത്തിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ഇവിടെ എല്ലാവർക്കും മോനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമ്മൾ ചെറിയ മക്കൾക്കെല്ലാം നല്ല ഹെൽത്തിയാണ് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്ന സമയത്ത്. ഞാനിതാ ഒരു ട്രേ എടുത്തിട്ടുണ്ട്. ട്രേയിലൊന്ന് ഇത് ഒഴിച്ചു കൊടുക്കുക. ഇതിങ്ങനെയല്ല, നമ്മൾ ഫ്രിഡ്ജിലെടുത്ത് വെച്ച് സെറ്റ് ചെയ്യുന്ന സമയത്ത് നല്ല അടിപൊളിയായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ
ഒന്ന് നല്ല രീതിക്ക് എന്താ പറയുക സ്പ്രെഡ് ചെയ്ത് അതിൻ്റെ മുകളിൽ കുറച്ച് ഗീ ഒഴിച്ചിട്ട് ഒന്നും കൂടി ഞാനിതാ ഒന്ന് ഫിനിഷ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല കണിയുമ്പോൾ തന്നെ ഏകദേശം കട്ടിയായിട്ടുണ്ട്. നമ്മൾ നേരത്തെ വറുത്ത് കോരി വെച്ച മുന്തിരിയും അണ്ടിപ്പരിപ്പും ബദാമും കൂടിയിട്ട് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക. നട്ട്സ് ഞാൻ കൂടുതൽ തന്നെ പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇങ്ങനെ തിന്നുന്ന സമയത്ത് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റുമാണ്, നല്ല രസമല്ലേ. അപ്പോൾ ഞാൻ കുറച്ചധികം ഇട്ട് കൊടുത്തിട്ടുണ്ട് അണ്ടിപ്പരിപ്പും ബദാമും കൂടിയിട്ട്. അപ്പോൾ അണ്ടിപ്പരിപ്പും ബദാമും കോരി വെച്ച ഇതിൽ കുറച്ച് ഗീ ഉണ്ട്, അതും കൂടി ഇതിൽ മുകളിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കാം. ഫ്രിഡ്ജിൽ വെച്ച് 1 മണിക്കൂർ 2 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ ഞാനത് 1 മണിക്കൂറേ ആയിട്ടില്ലേ, എന്നിട്ട് ഞാൻ എടുത്ത് കട്ട് ചെയ്യുന്നുണ്ട്. നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഈ നമ്മളെ നോമ്പ് മുറിക്കുന്ന സമയത്ത് തറാവിയെല്ലാം കഴിഞ്ഞ് വന്നിട്ട് കഴിക്കാൻ വേണ്ടി പറ്റിയൊരു ഐറ്റമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക, ഇഷ്ടമാവും. ഒരുപാട് ഇൻഗ്രീഡിയൻസും ഇല്ല, പിന്നെ ഒരുപാട് ഓയിലും കാര്യങ്ങളൊന്നും ഇല്ല, ഹെൽത്തിയാണ്. ഗോതമ്പും മുത്താറിയും നമ്മൾ കുഞ്ഞു മക്കൾക്ക് വരെ കൊടുക്കാൻ പറ്റുന്ന റെസിപ്പി തന്നെയാണ്. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം. ഓക്കെ.